കലോത്സവത്തിൻ്റെ വലിയ ആരവങ്ങൾക്ക് നടുവിൽ നിന്ന് ഇനി നമ്മളോട് നമ്മളോടെന്ന് പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികളോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയ കവി ശ്രീ കുരിപ്പുഴ ശ്രീകുമാറാണ്. കവിയോട് എനിക്ക് ചോദിക്കാനുള്ള ഈ വലിയ ആരവങ്ങൾക്ക് നടുവിൽ നിന്ന് സംസാരിക്കുമ്പോൾ കവിയെ അറിയാം, ഈ കുഞ്ഞൂസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം മലയാളികൾക്ക്. മൈനയും ഗസലുമാണ് അദ്ദേഹത്തിന് കൂട്ടായിട്ടുള്ളത്. അപ്പൊ പിന്നെ ഇതാരാണെന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. മൈനയും ഗസലും പൂമ്പാറ്റയും കവിക്കൊപ്പം. അതെ, അതാണ് എന്റെ ശരിയായ വിശദീകരണം അല്ലേ? അപ്പൊ നമുക്ക് നേരെ അദ്ദേഹത്തിലേക്ക് തന്നെ. ഈ ആരവങ്ങൾക്ക് നടുവിൽ നിന്ന് സംസാരിക്കുമ്പോൾ കവിയുടെ മനസ്സ് ഈ കലോത്സവത്തിന്റെ ഒരു ഓളം ആരവം എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി ഏറ്റെടുത്തിട്ടുള്ളത്? എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത് കൊല്ലത്ത് വെച്ച് നടക്കുന്ന ഈ സമ്മേളനത്തിൽ, ഈ വലിയ സാംസ്കാരിക ഉത്സവത്തിൽ പങ്കെടുക്കാനും അതിൻ്റെ പ്രതിനിധികളെ കാണാനും ഇവിടെ വരുന്ന ആളുകളെ കാണാനൊക്കെ സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 10-12 വർഷത്തിന് ശേഷമാണ് കൊല്ലത്ത് ഇങ്ങനെ ഒരു വലിയ ഉത്സവം നടക്കുന്നത്. ഞാൻ ഈ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുരുന്ന പ്രതിഭകളെയും, എല്ലാ കൗമാര പ്രതിഭകളെയും വിജയിയാര് പരാജയപ്പെട്ടവരാര് എന്ന് നോക്കാതെ അഭിനന്ദിക്കുകയാണ്. എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് കണ്ണൂരിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ചതെന്നാണ്. ആ കുട്ടികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വാസ്തവത്തിൽ ഇതിനകത്തൊരു രാഷ്ട്രീയം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഇത് ബ്ലഡി കണ്ണൂർ എന്ന് പറഞ്ഞ കേരള ഗവർണർക്കുള്ളൊരു മറുപടിയാണ്. കണ്ണൂർ വെറും ബ്ലഡി കണ്ണൂരല്ല, ബ്യൂട്ടിഫുൾ കണ്ണൂരാണ്. ഇത്രയും കൂടുതൽ സമ്മാനം വാരിക്കൂട്ടിയ കണ്ണൂരിലെ പ്രതിനിധികളെ ഞാൻ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നു. ഏറ്റവും വലിയ ആക്ഷേപം ഈ അടുത്ത കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് നേരിടേണ്ടി വന്ന നാടിന്റെ പ്രതിനിധികളാണ്. അതെ, അവരാണ് ഇപ്പോൾ 1 ദിവസം പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും അതേ ഈ അഭിപ്രായം തിരുത്തണം. ഈ കുഞ്ഞുങ്ങളെ കണ്ടെങ്കിലും തിരുത്തണം. വലിയ സന്തോഷമുണ്ട് ഈ കലോത്സവ നഗരിയിൽ വരാനും. ഇത്രയും ഒരുപാട് പരിപാടികളാണ് വളരെ വളരെ മനോഹരമായ രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കടന്നുപോയ മഴയും അതിന്റെ പ്രതികൂല കാലാവസ്ഥ ഒന്നും കൊല്ലത്തെ ബാധിച്ചിട്ടേ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ആദ്യത്തെ 1-2 ദിവസം എനിക്ക് തന്നെ ആശങ്കയുണ്ടായിരുന്നു, കോഴിക്കോട്ടെ പോലെ ആൾക്കാരുണ്ടാകുമോ അതോ കോട്ടയത്തെക്കാളും ശുഷ്കമായിരിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇപ്പൊ ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് ആളിന്റെ ബഹളമാണ്. കൊല്ലം ഭയങ്കരമായിട്ട് മാറിയിരിക്കുകയാണ്. പ്രധാന വേദിയിലേക്കൊക്കെ വരണമെങ്കിൽ നമ്മൾ വാഹനത്തിലൊക്കെ വന്നാൽ മണിക്കൂറുകൾ എടുക്കും പാർക്ക് ചെയ്തിട്ട് വരാൻ. നടന്നു വരാനാണെങ്കിൽ പോലും ഒരുപാട് സമയമെടുക്കുന്ന ഒരു അനുഭവം. അങ്ങനെയാണോ തോന്നിയത് പൂമ്പാറ്റി? തീർച്ചയായും. കാരണം ഞാനിത് 3ാമത്തെ ദിവസമാണ് ഇന്ന് വരുന്നത്. ആദ്യത്തെ 2 ദിവസം ഉള്ളതിനേക്കാളും ഇരട്ടി തിരക്കായിരുന്നു ഇന്ന് അനുഭവപ്പെട്ടത്. ശരിക്കും ആൾക്കാർ കൊല്ലംകാര് ഈ ഒരു കലോത്സവം ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ അതിഥിയായി എത്തുമ്പോൾ അദ്ദേഹം പറയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ചൊല്ലുന്ന കവിതകൾക്കും ഒക്കെ ഏറ്റുപാടാനും ഒക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയല്ലേ. അപ്പോൾ ഒരു 2 വരി നമുക്ക് വേണ്ടി. അത് ഞങ്ങളുടെ ഒരു വിനയം കൊണ്ട് 2 വരി എന്ന് പറഞ്ഞാണ്. 2 വരിയിൽ ഒതുക്കരുത്. കൊല്ലം എന്ന് പറയുന്നത് ഒരുപാട് നാടൻ കലാരൂപങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ഇവിടെയാണ് സീതകളി ഉള്ളത്, ഇവിടെയാണ് കമ്പടികളി ഏറ്റവും ശക്തമായിട്ടുള്ളത്. ഇവിടെ മാത്രം കാണപ്പെടുന്ന ഒരു കലാരൂപമാണ് കരടികളി. അതായത് തെങ്ങോല ഉണ്ട്. കരടി ഒരു മനുഷ്യന്റെ ദേഹത്ത് തെങ്ങോല ഈർക്കിൽ കളഞ്ഞിട്ട് കെട്ടിവെക്കും. അതുപോലെ പിന്നെ വാഴയുടെ ചപ്പം കെട്ടിവെക്കും. കരടിയുടെ ഒരു മുഖം ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഒരു കരടിയും ഒരു വേട്ടക്കാരനും, അല്ലെങ്കിൽ 1-അധികം കരടികളും 1-ലധികം വേട്ടക്കാരും എല്ലാവരും കൂടി ഓണത്തിന് എന്ന് ഓരോ വീടുകളിലും കയറി നടത്തുന്ന ഒരു സെക്കുലർ കളിയാണത്. അതായത് ഇതൊരു അനുഷ്ഠാന കലാരൂപം അല്ല. ഇത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നതല്ല. മറിച്ച് ജനങ്ങളുടെ ഇടയിൽ നിന്ന്, ഒരു ചായക്കടയുടെ മുമ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വായനശാലയുടെ മുമ്പിൽ നിന്ന്, കേവലം ഒരു ജംഗ്ഷനിൽ നിന്ന് ഒക്കെ ആരംഭിക്കുന്നതാണ്. ആർക്കും കരടിയാവാം. തേവരക്കരയിൽ റഷീദ് എന്ന പേരുള്ളൊരു കരടിയുണ്ട്. റഷീദിനും കരടിയട്ടെ, ആർക്കും കരടിയട്ടെ. അത്രയും സെക്കുലറാണ്. അപ്പോൾ അതിന് പ്രത്യേക താളമാണുള്ളത്. ആ താളം എങ്ങനെയാണ്? താനിന്നെ തന്നാന്ന തനി താനിന്നെ തന്നാന്ന താനിന്നെ തന്നാന്ന തനി താനിന്നെ താനായി തന്നാന്ന താനിന്നെ തന്നാന്ന തനി താനിന്നെ തന്നാന്ന താനിന്നെ തന്നാന്ന തനി താനിന്നെ താനായി തന്നാന്ന. പട്ടി കടിക്കല്ലേ വീട്ടുകാരെ, ഞങ്ങൾ പട്ടാണിമാരായ പിള്ളേരല്ലേ. ഓണം കളിക്കുവാൻ വന്നതാണേ ഓണം കളിക്കുവാൻ വന്നതാണേ. താനിന്നെ തന്നാന്ന തനി താനിന്നെ തന്നാന്ന താനിന്നെ തന്നാന്ന തനി താനിന്നെ താനായി തന്നാന്ന. പട്ടി കടിക്കല്ലേ വീട്ടുകാരെ, ഞങ്ങൾ പട്ടാണിമാരായ പിള്ളേരല്ലേ. ഓണം കളിക്കുവാൻ വന്നതാണേ ഓണം കളിക്കുവാൻ വന്നതാണേ. താനിന്നെ തന്നാന്ന തനി താനിന്നെ തന്നാന്ന താനിന്നെ തന്നാന്ന തനി താനിന്നെ താനായി തന്നാന്ന. കാട്ടിക്കിടന്നൊരു കള്ളക്കരടിയെ കൂട്ടിലാക്കി ഞങ്ങൾ കൊണ്ടുവന്നു. ഉണ്ട കിട്ടും, പിന്നെ അവല് കിട്ടും, പിന്നെ വെള്ളിപ്പണത്തിന്മേലൊന്ന് കിട്ടും. താനിന്നെ തന്നാന്ന തനി താനിന്നെ തന്നാന്ന
താനിനെ താനിനെ തന്നാന തനി താനിനെ താനായി തന്നാന. ഓച്ചിറച്ചെന്ന് കിഴക്കോട്ട് നോക്കുമ്പോ മാധവി എന്നൊരു വേലക്കാരി മൂക്കം തുളച്ചിട്ട് തൊണ്ണാനും കെട്ടിട്ട് കണ്ടോടി നാത്തൂനെ മൂക്കി തൊണ്ണാൻ. താനിനെ താനിനെ തന്നാന തനി താനിനെ താനിനെ തന്നാന താനിനെ താനിനെ തന്നാന തനി താനിനെ താനായി തന്നാന. ഓച്ചിറച്ചെന്ന് കിഴക്കോട്ട് നോക്കുമ്പോ മാധവി എന്നൊരു വേലക്കാരി മൂക്കം തുളച്ചിട്ട് തൊണ്ണാനും കെട്ടിട്ട് കണ്ടോടി നാത്തൂനെ മൂക്കി തൊണ്ണാൻ. താനിനെ താനിനെ തന്നാന തനി താനിനെ താനിനെ തന്നാന താനിനെ താനിനെ തന്നാന തനി താനിനെ താനായി തന്നാന. താന്നിക്കലമ്മയ്ക്ക് മക്കളില്ലാഞ്ഞപ്പോ ചക്കക്കുരുവിനെ ദത്തെടുത്തു. താന്നിക്കലമ്മയ്ക്ക് മക്കളുണ്ടായപ്പോ ചക്കക്കുരുവിനെ ചൂട്ട് തിന്നു. താനിനെ താനിനെ തന്നാന തന്നെ തന്നെ തന്നാന താനിനെ താനിനെ തന്നാന തനി താനിനെ താനായി തന്നാന. വെള്ളാരം നാട്ടിൽ വെളുത്തടത്തു വീട്ടിൽ വെള്ളരി വെറ്റത് വെള്ളക്കരി കരിക്കരി അവൾ വീര്യക്കരി അവൾ തേടിക്കൊണ്ടിരണ്ട് ചീര നട്ട്. താനിനെ താനിനെ തന്നാന തനി താനിനെ താനിനെ തന്നാന താനിനെ താനിനെ തന്നാന തനി താനിനെ താനായി തന്നാന. കൊച്ചിയിൽ കുഴിച്ചിട്ട് കൊടുങ്ങല്ലൂർ വേരേറി ഇവിടെ മുളച്ചത് ചെഞ്ചീര. ചെഞ്ചീര പറിക്കാനായി ഞാനവിടെ ചെന്നപ്പം നിന്നത് നീല വഴുതനഞ്ഞ. താനിനെ താനിനെ തന്നാന തനി താനിനെ താനിനെ തന്നാന താനിനെ താനിനെ തന്നാന തനി താനിനെ താനായി തന്നാന. പറിച്ചപ്പോ പാവയ്ക്ക അരിഞ്ഞപ്പോ കോവയ്ക്ക ചട്ടിയിൽ ഇട്ടപ്പോ കൊത്തച്ചക്ക അതിനെ കൊത്തി എരിഞ്ഞപ്പോ കൊണ്ടെന്ന് വെച്ചത് ചാമക്കഞ്ഞി. തന്നെ തന്നെ തന്നാന തനി തന്നെ തന്നെ തന്നാന തന്നെ തന്നെ തന്നാന തനി തന്നെ താനായി തന്നാന. ചാമക്കഞ്ഞി കൂടി ചാമോദം പൂണ്ടപ്പോൾ വായിൽ തടഞ്ഞത് കട്ടുറുമ്പിനെ തട്ടിക്കുട്ടയിലിട്ടപ്പോ കൂവി തെളിഞ്ഞത് പൂവങ്കോഴി. തന്നെ തന്നെ തന്നാന തനി തന്നെ തന്നെ തന്നാന തന്നെ തന്നെ തന്നാന തനി തന്നെ താനായി തന്നാന. പൂവങ്കോഴി കൂവി കൊല്ലത്തു എന്നപ്പോ കൊല്ലത്തൊരച്ചിക്ക് മീശ വന്ന് പിന്നെ കായംകുളം കാള വെറ്റണിട്ട്. താനിനെ തന്നെ തന്നാന തനി തന്നെ തന്നെ തന്നാന തന്നെ തന്നെ തന്നാന തനി തന്നെ താനായി തന്നാന. വെക്കട വെടി വെക്കടാ ലാക്കു നോക്കി വെക്കടാ പാലമെങ്കി പാലം നീണ്ടകര പാലം വെക്കട വെടി വെക്കടാ ലാക്കു നോക്കി വെക്കടാ ഠോ. ഓ ഇത് കൊല്ലത്തിന്റെ ഒരു കലാരൂപമാണ് കേട്ടോ. അത് അസാമാന്യമായ പ്രാസത്തിൽ ലളിതമായ ലളിതമായ മലയാളം ഭാഷ ചക്കക്കുരുവിന്റെ ഒക്കെ ഒരു അവസ്ഥയെ അതുപോലെ പാവയ്ക്ക കോവയ്ക്ക അല്ലെ അതിങ്ങനെ അതിങ്ങനെ ഒഴുകുകയാണ്. ഇത് എനിക്കൊന്ന് കൊല്ലത്തിന് അത്ര ഹൃദയസ്ഥമാണ്. ഇപ്പോ എല്ലാവരും ഏറ്റു ചൊല്ലുന്നുണ്ടായിരുന്നു, ആ ഈണത്തോടൊപ്പം ചേരുന്നുണ്ടായിരുന്നു. സന്തോഷം. ഇത് കൊല്ലത്തിന്റെ ഒരു പാട്ടാണ്. ഞങ്ങൾക്കറിയാം വ്യക്തമായിട്ട് അറിയാം ഈ പാട്ട്. അതാണ് ഏതായാലും സെലക്ഷൻ ഇതുപോലൊരു സമയത്തിന് വേണ്ട ഏറ്റവും മാരകമായൊരു സെലക്ഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം അദ്ദേഹത്തിന്റെ കവിതകളാണ് നമ്മളെല്ലാം ഇങ്ങനെ ആലപിച്ച് ശീലമാക്കിയിട്ടുള്ളത്. പക്ഷെ ഒരു ശക്തമായ നാടൻ പാട്ടിലേക്കാണ് കൊണ്ടുപോയത്, കരടിക്കളിയിലേക്കാണ്, പരിചയപ്പെടുത്തുക കൂടിയായിരുന്നു. അപ്പോൾ ഇഷ്ടമുടിക്കായലായിട്ടുള്ള അഷ്ടമുടിക്കായലിൻ്റെ ഈ ഓരം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സാംസ്കാരിക സമ്പന്നത, സാഹിത്യ സമ്പന്നത, നാടകത്തിൻ്റെ സമ്പന്നമായ ജനകീയമായ കഥാപ്രസംഗത്തിൻ്റെ എഴുത്തിൻ്റെ വഴിയിലെ അതിൻ്റെ തുടർച്ചയിലേക്ക് കൊല്ലം ഈ കലോത്സവത്തെ അതേ മട്ടിൽ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഇത് കവിതയുടെ ഏറ്റവും വലിയൊരു മണ്ണാണ്, കവിതയുടെ വിളഭൂമിയാണ്. മലയാളത്തിലെ ആദ്യത്തെ മഹാകവി എഴുതിയ അഴകത്തെ പരമേഹകുറുപ്പ്, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ON കുറുപ്പ്, തിരുനെല്ലൂർ കരുണാകരൻ, പഴവിള രമേശൻ, ജവറക എസ് പിള്ള, എൽത്തോമസ് കുട്ടി, ശശിധരൻ കുണ്ട്ര, സാജു പനിയൻകൂട്, എത്രയോ കവികൾ, കഥാകൃതികളിൽ പട്ടത്തുള്ള കരുണാകരൻ, അങ്ങനെയുള്ള ഒരുപാട് CN ശ്രീകണ്ഠനാര്, കടവൂർ ചന്ദ്രപിള്ള, രാജേഷ് ശർമ്മ, PJ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഒരുപാട് ആളുകൾ. കഥാപ്രസംഗത്തിൽ V സാംബശിവൻ, ചിത്രകലയിൽ പാരീസ് വിശ്വനാഥൻ, സിനിമയിൽ ഷാജിയൻ കരുണും വിധു വിൻസെന്റും, സ്പോർട്സിലാണെങ്കിൽ ഒളിമ്പ്യൻ സുരേഷ് ബാബു, ഒളിമ്പ്യൻ യോഹന്നാൻ, എല്ലാത്തിലും തീർച്ചയായിട്ടും നാടക പ്രസ്ഥാനം കഴിഞ്ഞ 12 വർഷമായിട്ട് എന്തുമാത്രം നാടകരംഗത്തിന് വ്യത്യാസമുണ്ടായി. ഇവിടെ വലിയ നാടക ട്രൂപ്പുണ്ട്, മോന്തായ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതുപോലെ പ്രകാശ് കലാകേന്ദ്രമാണ് അടുത്തിടയ്ക്ക്. നീരാവിൽ പ്രകാശ് കലാകേന്ദ്രമാണ് സ്ത്രീകളെ മാത്രം, പെൺകുട്ടികളെ മാത്രമാണ് നിർത്തിക്കൊണ്ട് തീണ്ടാരിപ്പച്ച എന്ന നാടകം അവതരിപ്പിച്ചത്. അങ്ങനെയുള്ള പ്രത്യേകതയുള്ളൊരു നാടാണ്. വലിയ സന്തോഷമുണ്ട്. അഷ്ടമുടിക്കായലിനെ കുറിച്ചുള്ള കവിതയിലെ വരികൾ അല്ലേ? മുടിയെട്ടും കോർത്തു കെട്ടി വിരൽ 100 കാറ്റൊതുക്കി വിരിഞ്ഞങ്ങനെ തിരിഞ്ഞങ്ങനെ കിടക്കുന്നോള്, എൻ്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള്,
കരിങ്കക്ക മുകിൽ കൂട്ടം അമരത്തും മണിയത്തും തടം തിങ്ങി മെല്ലെ അങ്ങനെ തുഴഞ്ഞു പോകെ എൻ്റെ ജലക്കൂട്ടേ നിറക്കൂട്ടേ നിറഞ്ഞ് നില്ല് ദൂരെ പകലോൻ്റെ പള്ളി വേട്ടയ്ക്കൊരുങ്ങി നില്ല്. എല്ലാ കലാരൂപങ്ങളെയും പ്രോത്സാഹിപ്പിച്ച ഒരു ചരിത്രവും ഉണ്ട്. അതായത് ചങ്ങമ്പുഴയുടെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് EV കൃഷ്ണപിള്ള എന്ന ആളാണ്, അടൂർ ബാസിയുടെ അച്ഛൻ. അദ്ദേഹം ഈ കൊല്ലത്ത് ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇത്തവണ തിരഞ്ഞെടുത്തത് ഏറ്റവും നല്ല ഒരു സ്ഥലത്ത് തന്നെയാണ്. എനിക്ക് വളരെ അഭിമാനമുണ്ട്. കണ്ണൂരുകാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇത്രയും മിടുക്കന്മാരായ കുട്ടികളും പെൺകുട്ടികളും ലവ്ലി കണ്ണൂരാണ്, ബ്യൂട്ടിഫുൾ കണ്ണൂരാണ് എന്ന്. നമുക്ക് ഒരു നാടൻ പാട്ട് കൂടി കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവിടെ നിൽക്കുന്നവരൊക്കെയും ആവശ്യപ്പെടുന്നുണ്ട്. ചൊല്ലാം. നമ്മുടെ വയലിപ്പണ്ട് പാടിയിരുന്ന പാട്ട് തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര ചേറുകുത്തി വരമ്പിട്ട കാലത്ത് തമ്പുരാനില്ല വരമ്പേല് ഹൊയ് തമ്പുരാനില്ല വരമ്പേല് തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര ചേറുകുത്തി വരമ്പിട്ട കാലത്ത് തമ്പുരാനില്ല വരമ്പേല് ഹൊയ് തമ്പുരാനില്ല വരമ്പേല് തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര വെള്ളം ചവിട്ടി കുറച്ചൊരു കാലത്തും തമ്പുരാനില്ല വരമ്പേല് ഹൊയ് തമ്പുരാനില്ല വരമ്പേല് തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര വിത്തുവാരി വിതച്ചൊരു കാലത്തും തമ്പുരാനില്ല വരമ്പേല് ഹൊയ് തമ്പുരാനില്ല വരമ്പേല് തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര എൻ്റെ അച്ഛൻ രാത്രി കാവലിൽ നിന്നപ്പ തമ്പുരാനില്ല വരമ്പേല് ഹൊയ് തമ്പുരാനില്ല വരമ്പേല് തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര മുണ്ടകൻ ചുണ്ടുപഴുക്കണ കാലത്തിലേ കൊയ്യാറായി തമ്പുരാനുണ്ട് വരമ്പേല് ഇപ്പ തമ്പുരാനുണ്ട് വരമ്പേല് തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര 90,000 കൊയ്തുണ്ടോ നിന്നപ്പോഴേ കൊടയൂടി തമ്പുരാനുണ്ട് വരമ്പേല് ഇപ്പ തമ്പുരാനുണ്ട് വരമ്പേല് തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര തമ്പുരാൻ എൻ്റെ വിളിത്താള് കണ്ടപ്പോ പമ്പരം പോലൊരു കണ്ണുരുട്ട് ഹോയ് പമ്പരം പോലൊരു കണ്ണുരുട്ട് തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര തെയ്യത്തിനന്തോന്താര തിത്തക തെയ്യത്തിനന്തോന്താര. അതായത് ഈ കാണുന്നതൊന്നും ഒരു തമ്പുരാന്റെയും സൃഷ്ടിയല്ല, കീഴാളന്റെയും അസന്റെയും മർദ്ദന്റെയും പോരാട്ടത്തിന്റെ ഉയിരിന്റെ പോരാട്ടത്തിന്റെയും അടരാണ് ഈ കാണുന്ന ഭൂമി. അതാണ് കേരളം അല്ലെ, അതാണ് ഈ നാട്. കവി പറഞ്ഞു വെക്കുന്ന നാടൻ പാട്ടിലൂടെ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഒരു വലിയ സന്ദേശം. ആ വലിയ സന്ദേശത്തിനൊപ്പം നമ്മുടെ സന്തോഷവും കൂടി അറിയിക്കുകയാണ് പ്രിയപ്പെട്ട കവിക്ക്. സത്യത്തിൽ ഇതിനപ്പുറം ഒരു വാചകവും ഇനി പറയാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിൻവാങ്ങുന്നു. നമ്മുടെ മുമ്പിൽ ഈ കവിതയും കവിയും നാടൻ പാട്ടുകളും ഇതിൻ്റെ ഈ സുന്ദരമായ ഈ രാത്രി നിമിഷവുമാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഞങ്ങൾ വെക്കുന്നത്. ഒരുപാട് സന്തോഷം.